ചൊവ്വാഗ്രഹത്തിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് ചിത്രീകരിച്ച ചൊവ്വാഗ്രഹത്തിൻ്റെ യഥാർത്ഥ ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. 2020 ജൂലൈ മാസം 30-ാം തീയതിയാണ് നാസ പെർസിവറൻസ് റോവറിനെ ചൊവ്വാഗ്രഹത്തിലേക്ക് അയക്കുന്നത്. തൊട്ടടുത്ത വർഷം, അതായത് 2021 ഫെബ്രുവരി മാസം 18-ാം തീയതി അത് ചൊവ്വാഗ്രഹത്തിൽ എത്തുകയും ചെയ്തു. ചൊവ്വാഗ്രഹത്തിലെ ഒരു വലിയ ഗർത്തത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു വലിയ കുഴിയുടെ ഉള്ളിലേക്കാണ് ഈ പേടകം വന്നിറങ്ങുന്നത്. ജസീറോ ക്രേറ്റർ എന്നാണ് ആ ഗർത്തത്തിൻ്റെ പേര്. ഏകദേശം 390 കോടി വർഷങ്ങൾക്ക് മുൻപാണ് അങ്ങനൊരു ഗർത്തം അവിടെ ഉണ്ടായത്. അതിൻ്റെ കാരണം ഒരു വലിയ ഉൽക്കയാണെന്നാണ് ഗവേഷകർ പറയുന്നത്. 390 കോടി വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു ഉൽക്ക വന്ന് പതിച്ചു. അതിനെ തുടർന്ന് ഒരു വലിയ ഗർത്തമുണ്ടായി. പിന്നീട് കുറച്ചധികം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ചൊവ്വാഗ്രഹത്തിൽ ജലമുണ്ടായി. ഏകദേശം ഒരു 350 കോടി വർഷങ്ങൾക്ക് മുമ്പ് വരെ അവിടെ ജലമുണ്ടായിരുന്നു, പുഴകളുണ്ടായിരുന്നു. ഈ പറയപ്പെടുന്ന ജസീറോ ക്രേറ്റർ അതൊരു തടാകമായിരുന്നു. ഒരു പുഴയിൽ നിന്ന് ഒഴുകി വരുന്ന ജലമാണ് ഈ തടാകത്തിൽ എത്തിച്ചേർന്നിരുന്നത്. 2021 ചൊവ്വാഗ്രഹത്തിലെ ജസീറോ ക്രേറ്ററിൽ എത്തിയ നമ്മുടെ പെർസിവറൻസ് റോവർ ഒട്ടും വൈകാതെ തന്നെ പണി തുടങ്ങി. 2021 നവംബർ മാസം 18-ാം തീയതി ചിത്രീകരിച്ച ചിത്രങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു വലിയ ചിത്രമാണ് ഇന്ന് ഒരു വീഡിയോയുടെ രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിക്കുന്നത്. ശരിക്കും ചൊവ്വാഗ്രഹത്തിൻ്റെ ഉള്ളിലൂടെ നമ്മൾ നടന്ന് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുന്ന ഒരു അനുഭൂതിയാണ് ഈ ചിത്രങ്ങളുടെ മൊസൈക്ക് നമുക്ക് തരുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ട, മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പെർസിവറൻസ് റോവറിൽ ഉപയോഗിച്ചിരിക്കുന്ന മാസ്കാം സി ഉപയോഗിച്ചിട്ടാണ് ഈ ചിത്രങ്ങളൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് സാധാരണ നമ്മൾ ഭൂമിയിൽ കാണുന്ന ഒരു ചിത്രം പോലല്ലേ കാണാൻ കഴിയുന്നത്. ശരിക്കും നമ്മൾ അതിനെ അങ്ങനെ ആക്കി മാറ്റിയെടുത്തതാണ്. ഇതൊരു എൻഹാൻസ്ഡ് ചിത്രമാണ്. യഥാർത്ഥത്തിൽ അതിനെല്ലാം ഈ കാണുന്നത് പോലെ പിങ്കിഷ് നിറമാണ്. അങ്ങനെ പിങ്കിഷ് നിറത്തിൽ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് ഭൂമിയിൽ നമ്മൾ കാണുന്ന രീതിയിലേക്ക് ചിത്രത്തെ ഗവേഷകർ മാറ്റിയിരിക്കുന്നു. ഈ എൻഹാൻസ്ഡ് ചിത്രത്തിലൂടെ മാത്രമാണ് ചൊവ്വാഗ്രഹത്തിലെ വ്യത്യസ്തമായിട്ടുള്ള പല ഭാഗങ്ങളെക്കുറിച്ചും നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. ഓരോ ഭാഗങ്ങൾക്കും ഓരോരോ പ്രത്യേകതകളുണ്ട്. ചൊവ്വാഗ്രഹത്തിൽ നടന്നിട്ടുള്ള പല പ്രതിഭാസങ്ങളുമായിട്ട് അവ കണക്റ്റഡാണ്. ഈ കാണുന്നത് കൊഡിയാക്ക്. ഇതാണ് അവിടെ നദി ഒഴുകിയിരുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. അവിടെ ഒരു കുന്നുപോലെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? അതൊരു സെഡിമെൻറ്റ് ഹില്ലാണ്. എങ്ങനെയാണ് ഒരു സെഡിമെൻറ്റ് ഹില്ലുണ്ടായത്? വർഷങ്ങൾക്ക് മുമ്പ് ഒരു നദി ഈ ഒരു തടാകത്തിലേക്ക് ഒഴുകി വന്നിരുന്നു. അന്നിതൊരു തടാകമല്ല, വെറും ഒരു കുഴി മാത്രമായിരുന്നു. വലിപ്പമേറിയ ഒരു ഭീമാകാരമായിട്ടുള്ള കുഴി. ആ കുഴിയുടെ ഉള്ളിലേക്ക് നദി ഒഴുകി വന്നു. ആ നദിയിലെ ജലത്തിനോടൊപ്പം തന്നെ ഒരുപാട് സെഡിമെൻസും ഉണ്ടായിരിക്കും. ആ സെഡിമെൻറ്റുകൾ നേരെ ഈ കുഴിയിലേക്ക് വന്ന് വീഴും വെള്ളത്തിനോടൊപ്പം. അങ്ങനെ വീഴുന്ന സെഡിമെൻസാണ് അടിഞ്ഞുകൂടി പിന്നീട് ഈ കാണുന്ന കുന്നായിട്ട് മാറിയത്. ഈ ഒരു ചെറിയ ഭാഗത്ത് മാത്രമല്ല, നദി കുഴിയിലേക്ക് ഒഴുകിയിറങ്ങുന്ന ആ പ്രദേശത്ത് കുറേ ഭാഗങ്ങളിലായി നമുക്ക് ഇത്തരം സെഡിമെൻറ്റുകൾ കാണാം. കൊഡിയാക്കിൻ്റെ പുറകിലേക്കൊന്ന് നോക്കിക്കേ. അവിടെ നിങ്ങൾക്ക് കുറച്ചധികം മലനിരകൾ കാണാൻ കഴിയുന്നില്ലേ? അതാണ് ഈ ക്രേറ്ററിൻ്റെ, അല്ലെങ്കിൽ ഈ ഗർത്തത്തിൻ്റെ അതിര്. അതിന് മുകൾ ഭാഗം അത് ഗർത്തത്തിൻ്റെ വെളിയിലുള്ള പ്രദേശമാണ്. വളരെയധികം ഉയരത്തിലാണ് ആ മലനിരകൾ നിൽക്കുന്നത്. നമ്മുടെ പെർസിവറൻസ് നിൽക്കുന്ന ആ പ്രതലത്തിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്ററിൻ്റെ ഉയർച്ചയുണ്ട് ആ മൗണ്ടൻസിന്. കൂടാതെ അതെല്ലാം തന്നെയും പെർസിവറൻസ് റോവറിൽ നിന്ന് 9 കിലോമീറ്റർ അകലെയുമാണ്. ആ കാണുന്നതാണ് നെരേറ്റ വാലിസ് മലയിടുക്ക്. ആ മലയിടുക്കിൻ്റെ ഇടയിലൂടെയാണ് വർഷങ്ങൾക്ക് മുമ്പ് നദി ഒഴുകി ഈ ഒരു കുഴിയിലേക്ക് വന്ന് വീണത്. അങ്ങനെയാണ് ഈ കുഴി ഒരു തടാകമായി മാറിയത്. നിങ്ങൾ ഈ ബ്രൗൺ നിറത്തിലുള്ള കുന്ന് കണ്ടോ? ഇതിന് ഏകദേശം 10 മീറ്ററോളം ഉയരമുണ്ട്. ഇതും നദിയുടെ തെളിവ് തന്നെ. വർഷങ്ങൾക്ക് മുമ്പ് ഒഴുകി വന്ന സെഡിമെൻസാണ് ഇവിടെ ഇങ്ങനെ അടിഞ്ഞുകൂടി ഒരു ചെറിയ കുന്നിൻ്റെ രൂപത്തിൽ കാണുന്നത്. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട വെള്ളയും ഇരുണ്ട നിറവും കൂടിക്കലർന്ന ഒരു പ്രദേശത്തേക്ക് പോകാം. ഇതിനെയാണ് ബേക്കൺ സ്ട്രിപ്പ് എന്ന് വിളിക്കുന്നത്. ബേക്കൺ സ്ട്രിപ്പ് ശരിക്കും ശാസ്ത്രീയമായിട്ടുള്ളൊരു പേരൊന്നുമല്ല. ഗവേഷകർ ശരിക്കും അതിനൊരു ഇരട്ടപ്പേര് കൊടുത്തിരിക്കുകയാണ്. ബേക്കൺ സ്ട്രിപ്പ് എന്ന് കേട്ടാൽ നമ്മൾ മലയാളികൾക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലാകില്ല. കുറേ പേർക്കൊക്കെ അറിയാം, പക്ഷേ മിക്ക മലയാളികൾക്കും അറിയില്ല. ബേക്കൺ സ്ട്രിപ്പ് ശരിക്കും ഒരു ഭക്ഷണ പദാർത്ഥമാണ്. പന്നിയിറച്ചിയുടെ, അതായത് പന്നിയുടെ വയറിൻ്റെ ഭാഗം ഗ്രില്ല് ചെയ്തെടുത്തതാണ്. ബേക്കൺ സ്ട്രിപ്പിൻ്റെ നിറം ഏതാണ്ട് ഇതിൻ്റെ നിറം പോലെ തന്നെയാണ്.
ഇരുണ്ടതും അതുപോലെ വെള്ള നിറവും കൂടിക്കലർന്നിട്ടുള്ളതാണ്. അതായത് കുറച്ച് ഭാഗത്ത് വെള്ള നിറം കാണും, കുറച്ച് ഭാഗത്ത് ഇരുണ്ട നിറമായിരിക്കും. ഇത് വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട സെഡിമെൻറ്റ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെന്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഇത്രയും നേരം ഞാൻ പറഞ്ഞതെല്ലാം സെഡിമെൻറ്റുകളെക്കുറിച്ചല്ലേ? ഇതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇവിടെ നമ്മൾ നേരിട്ട് കാണുന്നത് സെഡിമെൻറ്റ് തന്നെയാണ്. മുൻ ചിത്രങ്ങളിൽ നമ്മൾ നേരിട്ട് കണ്ടത് സെഡിമെൻ്റ് അല്ല. സെഡിമെൻറ്റിൻ്റെ മുകളിൽ മണ്ണും പൊടിയുമൊക്കെ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. ആ മണ്ണും പൊടിയുമൊക്കെ നമ്മൾ നീക്കം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലുള്ള ഈ നിറത്തിലുള്ള സെഡിമെൻറ്റുകൾ അവിടെ കാണാൻ പറ്റും. പക്ഷേ അങ്ങനെ പെർസീവറൻസിന് ആ പ്രദേശത്തെ മണ്ണും പൊടിയുമൊക്കെ നീക്കാൻ പറ്റും. പക്ഷേ അതത്ര പ്രാക്ടിക്കലല്ല. കാരണം ഇത് വളരെ ദൂരെ നിന്ന് ചിത്രീകരിച്ച ഒരു ചിത്രമാണ്. നമ്മുടെ പെർസീവറൻസ് എന്ന് പറയുന്നത് വളരെ വളരെ ചെറിയൊരു റോവർ മാത്രമാണ്. ആ വലിയ റോവറിന് അത്രയും വലിയ ഒരു കുന്നിനെ ഒരിക്കലും വൃത്തിയാക്കാൻ പറ്റില്ല. അങ്ങനെ വൃത്തിയാക്കേണ്ട ആവശ്യവുമില്ല. ഒരു വൃത്തിയാക്കലുമില്ലാതെ ഒരു ചെലവുമില്ലാതെ നമുക്കിവിടെ നേരിട്ട് ബേക്കൺ സ്ട്രിപ്പ് കാണാം. ആ ബേക്കൺ സ്ട്രിപ്പിൽ നിന്ന് ഒരല്പം സാമ്പിൾ എടുത്ത് ഒന്ന് പഠനത്തിന് വിധേയമാക്കിയാൽ മതിയല്ലോ. അതിലൊളിഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. നിലവിൽ പെൻസിലിൻ്റെ രൂപത്തിൽ ഈ സാമ്പിളുകളൊക്കെ കളക്ട് ചെയ്ത് നമ്മുടെ ചൊവ്വാഗ്രഹത്തിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് പെർസീവറൻസിന് അത് നേരിട്ട് ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. ഭൂമിയിൽ നിന്ന് ഇനി അടുത്ത മിഷനിലൂടെ ചൊവ്വാഗ്രഹത്തിൽ വന്ന് ചൊവ്വയിൽ നിന്ന് ഇത് കളക്ട് ചെയ്തുകൊണ്ട് പോകണം. നാസ ഭാവിയിൽ നടത്താൻ പോകുന്ന ആ ദൗത്യത്തിൻ്റെ പേര് മാർസ് സാമ്പിൾ റിട്ടേൺ മിഷൻ എന്നാണ്. കൃത്യമായിട്ട് എപ്പോൾ നടക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ നിലവിലുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 2033-നും 35-നും ഇടയിലായിരിക്കും നടക്കുന്നത്. ഇത് വളരെയധികം ചെലവേറിയ ഒരു ദൗത്യമാണ്. കാരണം ചൊവ്വാഗ്രഹത്തിലേക്ക് വെറുതെ അങ്ങ് പോയാൽ മാത്രം പോരാ. അവിടെ പോയി ഇപ്പോൾ പെർസീവറൻസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ പെൻസിലിൻ്റെ മാത്രം വലിപ്പത്തിലുള്ള സാമ്പിളുകൾ എടുത്ത് തിരിച്ച് ഭൂമിയിലേക്ക് അയച്ചു തരണം. അതിനൊരുപാട് ചിലവുണ്ട്. ടെക്നിക്കലി ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിവൈസുകൾ ഉപയോഗിക്കണം, പേലോഡുകൾ ഉപയോഗിക്കണം. അത് 2033 തന്നെ നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. പക്ഷേ നിലവിലുള്ള പദ്ധതി അനുസരിച്ച് 2033-നും 35-നും ഇടയിൽ നടക്കാനാണ് സാധ്യത. അങ്ങ് അകലെ കാണുന്ന ബൗൾഡേഴ്സ് കണ്ടോ? അത് അത്യാവശ്യം വലിപ്പമുള്ള വലിയ പാറകളാണ്. ആ പാറകൾ എങ്ങനെയാണ് അവിടെ ഉണ്ടായതെന്നറിയാമോ? വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു 350 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നദി ഒഴുകി വന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ. കുഴിക്കകത്തോട്ട് നദി ഒഴുകി ഇറങ്ങിയിരുന്നു. അങ്ങനെ അതിശക്തമായിട്ട് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് നദി ഒഴുകി ഇറങ്ങുമ്പോൾ ആ പ്രദേശത്തുണ്ടായിരുന്ന പല വസ്തുക്കളും അവിടുന്ന് ഇളകി ഈ വെള്ളത്തോടൊപ്പം അങ്ങ് ഒഴുകിപ്പോകാനുള്ള സാധ്യതയുണ്ടെന്നല്ല, അങ്ങനെ ഒഴുകിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഒഴുകിപ്പോയ ആ അവശേഷിപ്പുകൾ അങ്ങ് ഒഴുകി എക്കാലത്തേക്കും അങ്ങ് പോകില്ല. കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ഈ ഫ്ലോയുടെ സ്പീഡ് അങ്ങ് കുറഞ്ഞു വരും. അങ്ങനെ കുറഞ്ഞു വരുമ്പോൾ ഈ ഭാരമേറിയിട്ടുള്ള പാറകളെ ഒഴുക്കിക്കൊണ്ട് പോകാൻ ജലത്തിന് സ്ട്രെങ്ത് ഇല്ലാതെയാകും. അപ്പോൾ ആ പാറകളെ അവിടെ ഉപേക്ഷിച്ചിട്ട് ജലം തനിയെയായിരിക്കും മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ജലം വന്ന് ഉപേക്ഷിച്ചു പോയിട്ടുള്ള പാറകളാണ് ഈ ബൗൾഡേഴ്സ്. ഈ ബൗൾഡേഴ്സിന് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളിൽ വലിയ പ്രാധാന്യമുണ്ട്. നദി ഈ ഒരു കുഴിയിലോട്ട് വീണുന്ന സ്ഥലത്ത് നിന്ന് എത്രമാത്രം അകലെയാണ് ഈ പാറകൾ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അന്ന് എത്രമാത്രം വേഗതയിൽ എത്രമാത്രം ജലമാണ് ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ ഈ കുഴിക്കകത്തോട്ട് ഒഴുകി വന്നതെന്ന് നമുക്കറിയാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന നദിയെക്കുറിച്ചും ആ തടാകത്തെക്കുറിച്ചും ഒക്കെ നമുക്കൊരു നല്ല ധാരണ കിട്ടും. ഈ കാണുന്ന വലിപ്പം കുറഞ്ഞ കറുത്ത നിറത്തിലുള്ള പാറകൾ കണ്ടോ? ഇത് വോൾക്കാനിക് റോക്സ് ആയിരിക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത്. അത് 100% ഉറപ്പിച്ചിട്ടില്ല, പക്ഷേ ഒരു 90% അത് വോൾക്കാനിക് റോക്സ് ആയിരിക്കും. ചൊവ്വാഗ്രഹത്തിൽ അഗ്നിപർവ്വതങ്ങളുണ്ട്. അപ്പോൾ ഈ അഗ്നിപർവ്വതങ്ങളൊക്കെ സ്ഫോടനത്തിലൂടെ പൊട്ടിത്തെറിക്കുമ്പോൾ ലാവ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒഴുകി പ്രതലത്തിലൂടെ ഇങ്ങനെ പോകും. ആ ലാവ പിന്നീട് കാലപ്പഴക്കത്തിൽ കട്ടി പിടിച്ച് പാറകളായിട്ട് മാറും. ആ പാറകളായിരിക്കും ഈ ജസീറോ ക്രേറ്ററിൽ ഇങ്ങനെ കാണുന്നത്. കുറച്ച് പേർക്കെങ്കിലും ഒരു സംശയം തോന്നിക്കാണും, എങ്ങനെയാണ് ഈ കുഴിക്കുള്ളിൽ വോൾക്കാനിക് റോക്സ് ഉണ്ടായത്? ശരിക്കും പറഞ്ഞാൽ ഈ കുഴിയുടെ ഉള്ളിൽ ഒരു രീതിയിലുള്ള അഗ്നിപർവ്വതങ്ങളുമില്ല. പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു കുളമായിരുന്നല്ലോ, ഇവിടെ ജലമായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇവിടെ ഒരു വോൾക്കാനിക് റോക്ക് ഉണ്ടായത്? അതിനൊരു കാരണമുണ്ട്. 350 കോടി വർഷം വരെയായിരുന്നു അവിടെ ജലം ഉണ്ടായിരുന്നത്. പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് അവിടുത്തെ ജലമില്ലാതെയായി അത് വറ്റി വരണ്ടുപോയി. ഇപ്പോൾ ചൊവ്വാഗ്രഹത്തിൻ്റെ പ്രതലത്തിൽ ഐസിൻ്റെ രൂപത്തിൽ ധ്രുവപ്രദേശങ്ങളിൽ ജലമുണ്ട്. പക്ഷേ അല്ലാതുള്ള ജലം വളരെ വളരെ കുറവാണ്. വളരെ ചെറിയ അളവിൽ മാത്രം, വളരെ വളരെ ചെറിയ ശതമാനത്തിൽ ജലകണങ്ങൾ അതിൻ്റെ അന്തരീക്ഷത്തിലുണ്ട്. പക്ഷേ അത് വളരെ കുറവാണ്. നമ്മുടെ ഭൂമിയിലെ അന്തരീക്ഷത്തിലെ ജലഗണവുമായിട്ട് അതിനെ താരതമ്യപ്പെടുത്താൻ പോലും സാധിക്കില്ല. ചൊവ്വാഗ്രഹം വറ്റി വരണ്ടു പോയതിനു ശേഷം
പിന്നീട് ഒരുപാട് തവണ ചൊവ്വാഗ്രഹത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെ നടന്നിട്ടുള്ള സ്ഫോടനങ്ങളിൽ ലാവ ഒഴുകി നമ്മുടെ ജസീറോ ക്രേറ്ററിലും വന്നിട്ടുണ്ട്. അത് പിന്നീട് കാലപ്പഴക്കത്തിൽ കട്ട പിടിച്ച് ഈ കാണുന്ന പാറകളായി മാറുകയായിരുന്നു. അതാണ് നമ്മുടെ തിയറി പറയുന്നത്. ആ പ്രദേശത്ത് ഇത്തരത്തിൽ ഒരുപാട് പാറകൾ കാണും. എന്നാൽ കുറേയധികം ഭാഗങ്ങളിൽ പൊടി അടിഞ്ഞു കൂടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതൊന്നും നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കാത്തത്. പൊടി അടിഞ്ഞു കൂടാത്ത കുറച്ച് ഭാഗങ്ങളുണ്ട്. അത് നമുക്കിങ്ങനെ ഈ രൂപത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒരുപാട് പൊടിക്കാറ്റുള്ള ഒരു ഗ്രഹമാണ് ചൊവ്വാഗ്രഹം. ഈ പൊടിക്കാറ്റുകൾ കാരണം പലപ്പോഴും ചൊവ്വാഗ്രഹത്തിലേക്ക് അയച്ചിട്ടുള്ള നമ്മുടെ പേടകങ്ങൾക്ക് പ്രവർത്തിക്കാൻ പോലും സാധിച്ചിട്ടില്ല. പൊടി പൂർണ്ണമായിട്ടും അടിയാൻ വേണ്ടി നമ്മുടെ പല ദൗത്യങ്ങളും നിർത്തിവെച്ചിട്ട് പോലുമുണ്ട്. നാസ മുൻപ് അയച്ച സ്പിരിറ്റ് റോവറിൻ്റെ സോളാർ പാനലിൽ ഇതുപോലെ പൊടിക്കാറ്റിനെ തുടർന്ന് ഒരുപാട് പൊടി അടിഞ്ഞുകൂടിയിരുന്നു. ആ പൊടി അടിഞ്ഞുകൂടിയതിനെ തുടർന്ന് പിന്നീട് ആ പദ്ധതി തന്നെ നമുക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. അത് ഒരു പരാജയമൊന്നുമായിരുന്നില്ല. അത് ഒരുപാട് പഠനങ്ങളൊക്കെ നടത്തി നമുക്ക് ആവശ്യത്തിലധികം ഡേറ്റയൊക്കെ അയച്ചു തന്നതിന് ശേഷമായിരുന്നു അത് പൂർണ്ണമായിട്ടും ഉറങ്ങിപ്പോയത്. ഈ കാണുന്നതൊക്കെ മണൽക്കൂനകളാണ്. ഭൂമിയിൽ നമ്മൾ മരുഭൂമിയിലൊക്കെ കാണുന്ന തരത്തിലുള്ള മണൽക്കൂനകൾ തന്നെ. ഇതിനൊന്നും വലിയ വലിപ്പമില്ല. ഓരോ മണൽക്കൂനകൾക്കും ശരാശരി 1 മീറ്റർ മാത്രമാണ് ഉയരം. അതായത് മനുഷ്യൻ്റെ ഉയരത്തേക്കാളും കുറവാണ് ഈ കാണുന്ന സാൻഡ് ഡ്യൂണുകളുടെ ഉയരം. ഒരു ഹൈപ്പത്തറ്റിക്കൽ തിയറി അനുസരിച്ച് ജസീറോ ക്രേറ്ററിൻ്റെ ആഴങ്ങളിൽ, അതായത് ജസീറോ ക്രേറ്ററിൽ ഒരു വലിയ കുഴി കുഴിച്ച് നമ്മൾ ആഴങ്ങളിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ ജലമുണ്ട്. ആ ജലത്തിൽ ജീവജാലങ്ങളുമുണ്ട്. പക്ഷേ നമ്മൾ കടലിൽ കാണുന്നത് പോലുള്ള വലിയ വലിപ്പത്തിലുള്ള മത്സ്യങ്ങളെ ഒന്നും സങ്കല്പിക്കരുത്. ഇവിടെ മിക്കവാറും ഉണ്ടാവുക മൈക്രോബിയൽ സൈസിലുള്ള ബാക്ടീരിയകൾ മാത്രമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പെർസിവറൻസ് റോവറിന് ഒരു വലിയ കുഴി കുഴിച്ച് ആ ആഴങ്ങളിലൊക്കെ ഒന്ന് പോയി നോക്കിയാൽ എന്താണ്? അങ്ങനെ കുഴി കുഴിക്കാനുള്ള ഒരു ക്യാപ്പബിലിറ്റിയും നമ്മുടെ പെർസിവറൻസ് റോവറിനില്ല. പെർസിവറൻസ് റോവർ വളരെ ചെറിയൊരു റോവറാണ്. ചൊവ്വാഗ്രഹത്തിലേക്ക് അത്രയും ശേഷിയുള്ള ഒരു റോവറിനെയും നമ്മൾ അയച്ചിട്ടില്ല. അത്തരത്തിലുള്ള ഒരു റോവറിനെ അയക്കാനുള്ള ഒരു ക്യാപ്പബിലിറ്റി നമുക്കില്ല. എന്തിന്, നമ്മുടെ സ്വന്തം ഭൂമിയിൽ പോലും വലിയ ആഴങ്ങളിലുള്ള കുഴി ഉണ്ടാക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കില്ല. മനുഷ്യൻ ഭൂമിയിൽ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള കുഴിക്ക് പോലും ഏതാണ്ട് ഒരു 10-20 കിലോമീറ്റർ മാത്രമേ താഴ്ചയുള്ളൂ. മനുഷ്യൻ നമ്മുടെ ഭൂമിയിൽ കുഴിച്ചിട്ടുള്ള കുഴികൾ തന്നെ ഏതാണ്ട് 10 കിലോമീറ്ററൊക്കെയാണ് പരമാവധി ആഴം. അപ്പോഴാണ് ചൊവ്വാഗ്രഹത്തിൽ പോയി അതുപോലൊരു വലിയ കുഴി ഉണ്ടാക്കുന്നത്. അത് നിലവിൽ നമ്മളെക്കൊണ്ട് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളെക്കൊണ്ട് സാധിക്കുന്നൊരു കാര്യമുണ്ട്. ബേക്കൺ സ്ട്രിപ്പിൽ നിന്നും മറ്റ് പല പ്രദേശങ്ങളിൽ നിന്നും സാമ്പിളുകൾ പെർസിവറൻസ് റോവർ കളക്ട് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഒരു സാമ്പിൾ റിട്ടേൺ മിഷനിലൂടെ അതിനെയൊക്കെ ഭൂമിയിൽ കൊണ്ടുവന്ന് നന്നായി പഠിക്കുക. അതിലൂടെ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ജീവജാലങ്ങൾ മുൻകാലങ്ങളിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ചൊവ്വാഗ്രഹത്തിൽ ഭാവിയിൽ ഒരു കോളനി നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ ചൊവ്വാഗ്രഹത്തിൻ്റെ പ്രതലം എങ്ങനെയാണ് പെരുമാറുന്നത്, ആ പ്രതലത്തിൽ എന്തൊക്കെ തരത്തിലുള്ള കമ്പോണൻസ് ആണ് ഉള്ളത്, ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യം കൂടിയാണ്. അതിനും ഇത് നമ്മളെ സഹായിക്കും. കൂടാതെ ചൊവ്വാഗ്രഹത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പലതും നമുക്കറിയില്ല. ആ അറിയാത്ത കാര്യങ്ങളെ പഠിക്കാൻ വേണ്ടി കൂടി നമുക്ക് പെർസിവറൻസിൻ്റെ ഡേറ്റ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞുതരാം. ആ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കും. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ റേറ്റ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MPK20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക.